പ്രിയ സുഹൃത്തുക്കളെ, രാജസ്ഥാനിൽ നമ്മൾ ആരംഭിച്ച ജനസേവ ഉഡാൻ അക്കാദമിയിൽ ഇന്നിപ്പോൾ 3 സെന്ററുകളായി 700ഓളം വിദ്യാർത്ഥികളെ 700ഓളം കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് നല്ല ഭക്ഷണവും നൽകുന്നുണ്ട്. ഒരു വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്കെല്ലാം പഠിക്കുവാൻ വളരെ വളരെ താല്പര്യമാണ്. അതിന്റെ വീഡിയോ പല പ്രാവശ്യം നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് കുട്ടികളുടെ താല്പര്യമാണ്. പാവം നിരാലംബരായ കൊച്ചുമക്കൾ, അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ല. അവരെ രക്ഷിതാക്കളാണെങ്കിൽ വഴിവിട്ട് ജീവിതം നയിക്കുന്നവര്. ഈ കുട്ടികളെ നമുക്ക് രക്ഷിക്കുന്നതിന് വേണ്ടി മാക്സിമം നമുക്ക് പരിശ്രമിക്കണം. ഇതുപോലെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്നും പുഴുക്കളെ പോലെ പഠിക്കാൻ പോലും പറ്റാതെ, ഭക്ഷണം കിട്ടാതെ കഴിയുന്നത്. ഭരണകർത്താക്കൾ അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, മത നേതാക്കൾ ആരും ഇവരെ ശ്രദ്ധിക്കുന്നില്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇവർക്ക് ആർക്കും വോട്ടവകാശമില്ല, ID കാർഡില്ല, ആധാർ കാർഡില്ല. അപ്പൊ നമ്മൾ ജനസേവ ഉഡാൻ അക്കാദമി ഈ കുട്ടികൾക്ക് വേണ്ടി അവർക്കെങ്കിലും നമുക്ക് ആധാർ കാർഡ് സംഘടിപ്പിക്കണം, അവർക്കൊരു ജീവിതം കൊടുക്കണം, ഭാവിയിൽ അവർക്ക് ഇന്ത്യൻ പൗരന്മാരായി അവരെ വളർത്തിയെടുക്കണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം എന്നെല്ലാം വളരെ 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 ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ജനസേവ ഉഡാൻ അക്കാദമി പ്രവർത്തിക്കുന്നത്. ഡോക്ടർ സുനിൽ ജോസാണ് ഈ നമ്മുടെ ഈ അക്കാദമിയുടെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ രാപകലില്ലാത്ത സേവനം ഈ കുട്ടികൾക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. നമ്മുടെ സംഘടന വളരെ പെട്ടെന്ന് അവിടെ ജനങ്ങൾ അംഗീകരിച്ച് ഒരു ജനകീയ സംഘടനയായി വളർന്നു വരുന്നുണ്ട്. ഇനിയിപ്പോൾ 4ാമതൊരു സെന്റർ കൂടി തുടങ്ങാനായിട്ട് നമ്മൾ അവിടെ തന്നെ ഉടനെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നല്ല മനസ്സുള്ള എല്ലാ സുഹൃത്തുക്കളും ജനസേവയോടൊപ്പം കൈകോർക്കണം. ജനസേവ ഉഡാൻ അക്കാദമിയിൽ സഹായിക്കണം. നിങ്ങളുടെ സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ സുമനസ്സുകളും കൈകോർക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.